നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി രമനാർ വിത്ത് കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. പൊതുവെ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മൂക്കിൽ നിന്ന് എപ്പോഴും നന്നായിട്ട് ഇങ്ങനെ വെള്ളം വരിക. അതുപോലെ തന്നെ തുമ്മൽ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 10-15 വട്ടം കണ്ടിന്യൂസ് ആയിട്ട് തുമ്മും. ചിലർ കുളിച്ചിറങ്ങി വരുമ്പോൾ ചിലർക്ക് ഇങ്ങനെ പൊടിപടലങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ നന്നായിട്ട് തുമ്മൽ വരും. ചിലർക്ക് ഒരു ഈവനിങ് ടൈം ആവുന്ന സമയത്ത് നന്നായിട്ട് തുമ്മൽ ഉണ്ടാകും. അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഒരു ബ്ലോക്ക് പോലെ കഫം നന്നായിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് പോലെ തോന്നുക. ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ചുമ നന്നായിട്ട് തോന്നുക, തലയുടെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് ഒരു കനം, ഒരു വേദന, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനെ പൊതുവായിട്ട് നമ്മൾ സൈനസൈറ്റിസ് എന്നാണ് പറയാ. സൈനസ് പൊതുവായിട്ട് കാണുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ സൈനസ് പൊതുവായിട്ട് കാണുന്നത്. ഈ ഒരു ഭാഗത്ത് കഫം ഉണ്ടായിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടിന്, ഒരു ഇൻഫ്ലമേഷനെയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയാ. ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക? പെട്ടെന്ന് പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കും, ശരിയാവും ചെയ്യും. പക്ഷെ വേറെ കുറെ ആൾക്കാരുണ്ട്, വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കുറച്ച് നാളത്തേക്ക് ഒരു റിസൾട്ട് കിട്ടും, പക്ഷെ ഇത് വീണ്ടും വരുന്നതും കാണാനായിട്ട് പറ്റും. ഇങ്ങനെ വരുന്ന സമയത്ത് പേഷ്യൻസിന് വരെ അറിയുന്നില്ല ഇനി എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. ഇപ്പൊ നിങ്ങളുടെ ലക്ഷണങ്ങൾ ഒരു 12 ആഴ്ചത്തേക്കാളും കൂടുതലായിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വലിയ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ അതിനേക്കാളും കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ, റീഅക്യൂർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു CT സ്കാൻ ഒക്കെ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. പക്ഷെ ആയുർവേദത്തില് ഇതിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങളും ധാരാളം ഹോം റെമഡീസ് ട്രൈ ചെയ്തു, വർഷങ്ങളോളം ധാരാളം ട്രീറ്റ്മെന്റ് എടുത്തു, ആന്റിബയോട്ടിക്സ് എടുത്തു, എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം. കാരണം നിങ്ങൾ കാരണം അറിയാതെ വെറുതെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നത്തിന് കുറച്ച് നാളത്തേക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അത് വീണ്ടും വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻഫ്ലമേഷൻ ആണ്, അതായത് ഇത് നീർക്കെട്ടാണ്. ആയുർവേദിക് പരമായിട്ട് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങളിപ്പോ കഴിക്കുന്ന ഭക്ഷണം അത് ശരിയായിട്ട് ദഹിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ എന്താ ഉണ്ടാക്കുക? വേസ്റ്റ് പോലെ പ്രൊഡ്യൂസ് ചെയ്യും, ടോക്സിൻസ്. ഈ വേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ്, അതായത് നീർക്കെട്ട് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ ഈ സൈനസൈറ്റിസ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന പല പേഷ്യൻസിനും അവരുടെ അഗ്നി, അതായത് ദഹനം ശരിയാക്കുമ്പോൾ തന്നെ ധാരാളം നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇനി അടുത്തത് കഫത്തിന് കൂട്ടുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ട്രിഗറിങ് ഫാക്ടർ ആണ് പാൽ ഉൽപ്പന്നങ്ങള്. പാല്, തൈര്, ചീസ്, ബട്ടർ, പനീർ എന്നീ പറയുന്ന എന്ത് തരം പാലിന്റെ ഉൽപ്പന്നങ്ങളാണെങ്കിലും, ഈവൻ നമ്മുടെ സംഭാരം വരെ പരമാവധി നിങ്ങൾ പരമാവധി അല്ല, നല്ല രീതിയിൽ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം നിങ്ങളുടെ പ്രശ്നത്തിന് തീർച്ചയായിട്ടും കൂട്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം വഴുതനങ്ങ, നാരങ്ങ, എരിവും പുളിയും കൂടിയിട്ടുള്ള ഭക്ഷണങ്ങള്, അതുപോലെ തന്നെ അച്ചാറ് പോലെയുള്ള കാര്യങ്ങള്, അവയും ധാരാളമായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്നവരാണ്, മധുരപലഹാരം നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതും നിങ്ങൾ ഒഴിവാക്കുക. ഇനി അടുത്തൊരു കാര്യമാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. എല്ലാവരും പറയും ഫ്രൂട്ട്സ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ഇമ്മ്യൂണിറ്റിക്ക് വളരെയധികം നല്ലതാണെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ പ്ലേറ്റ്സ് ഓഫ് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുന്നവരുണ്ട്. അത് നിങ്ങൾക്കിപ്പോ സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അത് കഴിക്കുന്നതിലൂടെ കഫം നന്നായിട്ട് കൂടുകയാണ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ചെയ്താലും നിങ്ങളുടെ മാറില്ല. അപ്പൊ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രൂട്ട്സ് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ ജ്യൂസും ഈ ഒരു സമയത്ത് നല്ലതല്ല. ഇനി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. പക്ഷെ വെള്ളം കുടിക്കേണ്ട രീതിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നത് നമ്മുടെ അഗ്നിനെ നന്നായിട്ട് കുറയ്ക്കും, നിങ്ങളുടെ ദഹനം ശരിയാവില്ല. അതുപോലെ രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ 1 ലിറ്റർ വെള്ളം, 2 ലിറ്റർ വെള്ളം, അങ്ങനെ വയറ് നിറച്ചിങ്ങനെ വെള്ളം കുടിക്കുമ്പോഴും അതും നമ്മുടെ അഗ്നിനെ നന്നായിട്ട് കുറച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ശരിയാക്കിയിട്ട് ദഹിപ്പിക്കില്ല. അതുകൊണ്ട് ഈ 2 തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. പിന്നെ ഭക്ഷണം കഴിച്ചപ്പോ തന്നെ ഉറങ്ങാനായിട്ട് നോക്കുക. ഇതും നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കഫത്തിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇതും നല്ല രീതിയിൽ മാറ്റിയാൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരീരത്തിൽ ഉപയോഗമാവുള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ ഞാനിവിടെ 2 എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾക്കൊരു ക്രോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്, വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്, നല്ല വേദനയുണ്ട്, കൂടുതലായിട്ട് മൂക്ക് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്, അങ്ങനെ സിവിയർ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് അതിനെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് വളരെയധികം ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, ശോധന കർമ്മ, അതുപോലെ തന്നെ കഫത്തിനെ പുറത്തേക്ക് കളയാനുള്ള ധാരാളം ട്രീറ്റ്മെന്റ്, മെഡിസിൻസും എല്ലാം എടുത്ത് മാറ്റാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ഈവൻ നമ്മുടെ അടുത്തേക്ക് തന്നെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ വരുന്ന സമയത്ത്, ഈവൻ ആസ്തമയ്ക്കൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ വരുന്ന സമയത്ത് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം അവർക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം കൂടുതലായിട്ട് ഞാൻ ഡയറ്റിലാണ് അവരുടെ ഫോക്കസ് ചെയ്യുക, എന്നിട്ടാണ് അവർക്ക് മെഡിസിൻസ് കൊടുക്കുക. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഒരു ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങളും ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഒരു ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിലാണ് നസ്യകർമ്മം.
നസ്യകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദിക് പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നേഹനം, സ്വേദനം, നസ്യം ഈ ഒരു 3 വേയിലൂടെ ചെയ്യുമ്പോഴാണ് നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റുക. സ്നേഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓയിൽ മസാജും, സ്വേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുക. ആവി പിടിക്കുക എന്ന് പറഞ്ഞാൽ ചൂട് പിടിക്കുക, ഫെർമെന്റേഷൻ. മൂന്നാമത്തെയാണ് നസ്യകർമ്മം. ഈ ഒരു വേയിൽ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം എണ്ണയാണ് വേണ്ടത്. എണ്ണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പോ കടുകെണ്ണയുണ്ട് അല്ലെങ്കിൽ എള്ളെണ്ണയുണ്ട്, ഏതെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കുറച്ച് എണ്ണ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്യുക. അതായത് ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് കുറച്ച് പാത്രത്തിൽ, വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ ചൂടായ വെള്ളത്തിലേക്ക് ഈ പാത്രം ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ആ എണ്ണ നമ്മുടെ കുറച്ച് കൈയിന്റെ വിരലിൽ എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൈൽഡ് ആയിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക. അങ്ങനെ മസാജ് ചെയ്യുന്നതിലൂടെ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആകും. അവിടുത്തെ കഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അതിനായിട്ട് നമ്മൾ സ്നേഹനം ചെയ്യുന്നത്, അതായത് ഓയിൽ മസാജ് ചെയ്യുന്നത്, ഒരു 5-10 മിനിറ്റ് നമ്മൾ അങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഒരു ടവിലില്ലേ, ടവിൽ കൊണ്ട് മുക്കിയിട്ട് ഈ ഒരു ഭാഗത്ത്, ഫേസിന്റെ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനാണ് നമ്മൾ സ്വേദനം എന്ന് പറയുക. അതായത് ഒരു ഹീറ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ ചെയ്യുക. അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കഫ് ഉണ്ടല്ലോ, കഫത്തിന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് പ്രോസസ്സ് ചെയ്യുന്നത്. ഒരു 30 സെക്കൻഡോളം ജസ്റ്റ് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ചൂട് പിടിക്കുക. ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടതാണ് നസ്യകർമ്മം. നസ്യകർമ്മത്തിനായിട്ട് നമുക്ക് വേണ്ടതാണ് അണുതൈലം. അണുതൈലം എന്ന് പറയുമ്പോൾ again നമ്മുടെ ആയുർവേദ ഷോപ്പിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ഈസി ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ അണുതൈലം പ്രിഫർ ചെയ്തത് കേട്ടോ. അപ്പൊ അണുതൈലം നിങ്ങൾ എടുക്കുക. അണുതൈലം എടുത്തിട്ട് again കുറച്ച് വെള്ളത്തിൽ, ചൂടാക്കിയിട്ടുള്ള വെള്ളത്തിൽ ഈ ഒരു ബോട്ടിൽ കുറച്ച് നേരം ഒന്ന് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് കൂടി നോക്കുക. ഇനി നസ്യകർമ്മം എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിവർന്ന് കിടക്കുക. നിവർന്ന് കിടന്നിട്ട് നമ്മുടെ കഴുത്തുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ടിൽറ്റ് ചെയ്യാൻ പറയുന്നത്, നമ്മൾ നേരെ നിവർന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ നേരെ മൂക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എണ്ണ താഴത്തേക്ക് വരും. അതുകൊണ്ടാണ് നമ്മുടെ കഴുത്തൊന്ന് ജസ്റ്റ് ഇങ്ങനെ ടിൽറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു മൂക്ക് അടച്ചിട്ട് മറ്റേ മൂക്കിലൂടെ 2 ഡ്രോപ്സ് ഇട്ടിട്ട് ഇൻഹേൽ ചെയ്യുക. മറ്റേ മൂക്കിലൂടെ 2 ഡ്രോപ്സ് ഇട്ടിട്ട് ഇൻഹേൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് അങ്ങനെ തല ഇങ്ങനെ വെച്ച് കിടക്കുക. കാരണം ആ ഒരു ഓയിൽ ഫുള്ളി ഒരു ഭാഗത്ത് പോയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇനി ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൽ, നമ്മുടെ തൊണ്ടയിലേക്ക് ഒരു കഫം ഇറങ്ങി വരുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ അത് തുപ്പിക്കളയാവുന്നതുമാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചിങ്ങനെ കഫം ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ തോന്നും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ തോന്നുന്നത് മുഴുവൻ ഇങ്ങനെ തുപ്പിക്കളയുക. ശേഷം നമ്മൾ കുറച്ചൊരു ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അത് നമ്മൾ എല്ലാ പ്രോസസ്സും ഒരു 5-10 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് വായിലിട്ടിട്ട് നന്നായിട്ട് ഗാർഗിൾ ചെയ്തിട്ട് തുപ്പിക്കളയുക. ഇത്രയും പ്രോസസ്സാണ് നമ്മൾ നസ്യകർമ്മത്തിൽ ചെയ്യുന്നത്. ആദ്യം മസാജ് ചെയ്തു, എന്നിട്ട് ഒരു തവില് കൊണ്ട് ചൂട് പിടിച്ചു, എന്നിട്ട് ഓയിലിംഗ് അതായത് നസ്യകർമ്മം ചെയ്തു. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള സമയം രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നതിനും, അതായത് പിന്നെ അതുപോലെ തന്നെ കുളിക്കുന്നതിനും 1 മണിക്കൂർ മുന്നേ ആയിട്ട് നമ്മൾ നസ്യകർമ്മം ചെയ്യാനായിട്ട് നോക്കുക. എത്രത്തോളം ഏർലി ചെയ്യുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. ഒരു 6 മണി 7 മണി ആ സമയത്തൊക്കെ ആയിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഒരിക്കലും നിങ്ങൾ സ്റ്റീം ചെയ്യരുത്. സ്റ്റീം ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളം ചൂടാക്കിയിട്ട് ആവി പിടിക്കാതിരിക്കുക. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം. നിങ്ങളൊരു തവി എടുക്കുക. ആ തവിയിലേക്ക് കുറച്ച് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് അയമോദകം, അതുപോലെ തന്നെ കുറച്ച് ചുക്കിന്റെ പൊടിയും. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത്, അപ്പൊ സ്റ്റവ് ഒന്ന് സിം മോഡിൽ വെക്കുക കേട്ടോ, ഓൺ ആക്കി വെക്കരുത്, കരിഞ്ഞു പോകും. ഒന്ന് സിം മോഡിൽ ഇട്ട് വരുമ്പോൾ അതിൽ നിന്ന് ആവി വരുന്നുണ്ടാവുമല്ലോ, നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ആക്കുക. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു ആവി നിങ്ങളൊരു ടവില് പുറത്തേക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം ആ ഒരു ആവി നിങ്ങൾ മൂക്കിലൂടെ വലിച്ചെടുത്തിട്ട് വായിലേക്കൂടെ വിടുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് വെള്ളം ഇങ്ങനെ ആവി പിടിക്കില്ലേ, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ഭാഗത്തുനിന്ന് ഫുൾ ഇങ്ങനെ കഫം ഇളകി പോകുന്നത് കാണാനായിട്ട് സാധിക്കാം. ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യേണ്ടതാണ്, എഗെയിൻ നിങ്ങളൊരു തവി എടുക്കുക. തവയിലേക്ക് നിങ്ങൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്കും, അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എഗെയിൻ സിം മോഡിൽ വെക്കാനായിട്ട് കൂടി നോക്കാട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മുടെ ഈ സാധനങ്ങളൊക്കെ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ശർക്കര നന്നായിട്ട് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരുമല്ലോ. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി വന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് അതെല്ലാം നിങ്ങളൊരു ചെറിയൊരു ബോൾ പോലെ ആക്കി എടുക്കുക. ഒരു ചെറിയൊരു ബോൾ, മിഠായിയുടെ പോലെ ചെറിയൊരു സൈസിൽ ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ അടച്ച് സൂക്ഷിച്ചു വെക്കാം.
എന്നും ദിവസവും 2 നേരം രാവിലെയും വൈകുന്നേരം ഓരോ ചെറിയ ചെറിയ ബോൾ വീതം ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വായിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കഴിക്കുക. നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും കൂടി ആയിരിക്കും. ഇതും നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കുറച്ച് കാര്യങ്ങളാണ്. എന്നും തല കുളിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ തല കുളിച്ചാൽ മതി. അതുപോലെ തന്നെ എണ്ണ തേച്ചുള്ള കുളി അതും നിങ്ങൾ പരമാവധി ഒഴിവാക്കണം. പിന്നെ ഇപ്പൊ നിങ്ങൾ എങ്ങനെയും ട്രാവൽ ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ചെവിയിൽ എന്തെങ്കിലും പഞ്ഞി പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മഫ്ലർ പോലെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ട്രാവൽ ചെയ്യാനും കൂടി നോക്കുക. എ സിയുടെ അടിയിലൊക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരും ഈ ചെവിയിൽ എന്തെങ്കിലും പഞ്ഞി പോലെയൊക്കെ വെച്ചിട്ട് ഇരിക്കാനും കൂടി ശ്രദ്ധിക്കുക. കാരണം ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കാറ്റ് ഈ ഭാഗത്തേക്കും ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് എയർ നന്നായിട്ട് ഉള്ളിലേക്ക് കിടക്കുക. അപ്പൊ അതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. രാത്രി ഫാനിന്റെ അടിയിൽ നേരെ ഇങ്ങനെ കിടക്കുന്ന ആളുകളാണെങ്കിൽ അവരും കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് കൂടി നോക്കുക. കൂടുതലും കുട്ടികളൊക്കെയാണ് ഇതൊക്കെ ചെയ്തു വരുന്നത്. അപ്പൊ പാരന്റ്സ് ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നോർമൽ ആയിട്ട് സൈനസൈറ്റിസ് കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് റെമഡീസും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും. തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് കൂടി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും മറുപടി ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.